നമുക്കിന്ന് ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന ഫോമാറ്റിലുള്ള ഒരു ഹൂപ്പാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഡിസൈന് ഒരു ക്ലോത്തിലേക്ക്, ഞാനിവിടെ ഒരു ലിനൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ട്രേസ് ചെയ്യുക. ഞാൻ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ ക്ലോത്ത് ഒരു ഹൂപ്പിലേക്ക്, നമുക്ക് എംബ്രോയ്ഡറി ഹൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ചുളിവൊന്നും ഇല്ലാതെ തന്നെ ആ ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. ഈ കാണുന്ന കളർ ത്രെഡ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ബ്ലൂ, ഒരു പേസ്റ്റൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, വൈറ്റ് ടോൺസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ടെംപ്ലേറ്റൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് ഞാൻ ഓൺ ദ വീഡിയോ പറയുന്നുണ്ട്. ആദ്യം ഈ ഏഞ്ചലിൻ്റെ ബോഡി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു പ്ലെയിൻ റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ച് ഇട്ട് വീണ്ടും അടിയിൽ നിന്ന് ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്ത് മുകളിലേക്ക് വന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റിച്ചിൻ്റെ മിഡിലിൽ വീണ്ടും നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റിച്ച് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് പോവാം. ഇതേപോലെ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. പിന്നെയും ഉണ്ടായിരുന്ന സ്റ്റിച്ചിൻ്റെ മിഡിലിൽ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് സ്പ്ലിറ്റ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇനി ആ ടെംപ്ലേറ്റ് എങ്ങനെയാണ് റെഡിയാക്കിയെടുത്തതെന്ന് ഞാൻ പറയാം. നമുക്കപ്പോൾ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഡിസൈൻ നമുക്ക് തന്നെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട പോലെ വരച്ചെടുക്കാം. ഇതിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് വേണ്ട ഒരു ടെംപ്ലേറ്റ് പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുക. അതിനുശേഷം അത് ChatGPT കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഇന്ന ആളുടെ പേരാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇന്ന ഡീറ്റെയിൽസാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നമുക്ക് വേണ്ട ഫോർമാറ്റിൽ നമുക്കതായി കിട്ടും. ഞാൻ വന്നിട്ട് ഇത് ചെയ്തത്, ഇത് ലാപ്പിൻ്റെ സ്ക്രീനിൽ എനിക്ക് വേണ്ട സൈസിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് അത് ട്രേസ് ചെയ്തെടുത്തു. എന്നിട്ട് പേപ്പറിൽ നിന്ന് ഞാനത് ക്ലോത്തിലേക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഫോണ്ട് അല്ലെങ്കിൽ ഡിസൈനിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം ടെംപ്ലേറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ടെംപ്ലേറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വെബ്സൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്ക് ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് ഏഞ്ചലിൻ്റെ ഹെഡും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വരുന്നത് ഏഞ്ചലിൻ്റെ ആ മുകളിലുള്ളൊരു ലൈക്ക് കിരീടം പോലത്തെ സാധനമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ റിങ് പോലെ നമ്മൾ വരയ്ക്കുമല്ലോ, അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റിച്ച് എടുത്ത് വീണ്ടും നീഡിൽ കൊണ്ടുവന്ന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചിൽ ചെയ്തത് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റിച്ചിൻ്റെ മിഡിലായിരുന്നു ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ആ ഒരു സ്റ്റിച്ച് തീർന്ന എവിടെയാണോ അവിടേക്കാണ് സൂചി പിന്നെയും തിരിച്ചു കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഏഞ്ചലിൻ്റെ ക്രൗണും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാറ്റേൺ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രോപ്പറായിട്ടൊരു ഡിസൈൻ കിട്ടാൻ എളുപ്പമുള്ള സ്റ്റിച്ചുകളിൽ ഒന്നാണ് ഈ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഏഞ്ചലിൻ്റെ ഈ ഫുൾ ബോഡി വേണമെങ്കിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു എന്താ പറയുക, ഒരു ത്രെഡിൻ്റെ പാറ്റേൺ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ബാക്ക് സ്റ്റിച്ചും സ്പ്ലിറ്റ് സ്റ്റിച്ചും ഒരുമിച്ച് കമ്പൈൻ ചെയ്തെടുക്കുന്നത്. അപ്പം വിങ്സൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കറിയുന്നത് അതിൽ കുറച്ച് മടക്കുകളും കേർവുകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിഫൈൻഡ് ആയിട്ട് നിൽക്കാൻ ബെറ്റർ ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. ഇതേപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചും ചെയ്യാം. പക്ഷേ ചെയിൻ സ്റ്റിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ വീതിയുള്ള സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ചിന് വരുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ചെറിയ ഡീറ്റെയിൽസൊക്കെ ഡിഫൈൻഡ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ് ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ എംബ്രോയ്ഡറി നൂല് വരുന്നത് 6 സ്ട്രാൻഡ് ആയിട്ടുള്ള ത്രെഡാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്ട്രാൻഡിൻ്റെ എണ്ണം കുറച്ചിട്ട് നമുക്ക് ചെറിയ ഡിസൈൻസ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ മാലാഖേനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം 6 സ്ട്രാൻഡ് തന്നെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ മാലാഖ നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ബാക്കിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സൂചി ഒന്ന് ലൂപ്പാക്കിയെടുത്ത് നമുക്കത് ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് അത് ഊരിപ്പോരില്ല. അതുകൊണ്ട് ഇനിയാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ മാലാഖ 6 സ്ട്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി എനിക്ക് താഴെയുള്ള ലീവ്സിൻ്റെ സ്റ്റെമ്മാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതത്ര കട്ടി വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്രീൻ ത്രെഡിൻ്റെ സ്ട്രാൻഡ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 4ഉം 2ഉം ആയിട്ടുള്ള സ്ട്രാൻഡാണ് എടുത്തത്. അതിൽ 2 സ്ട്രാൻഡ് ഉള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്.
കാരണം അതൊരു ഒരു സ്റ്റെമ്മാണല്ലോ, സ്റ്റെം അത്ര കട്ടി വേണ്ടാത്തതുകൊണ്ട്. ഇവിടെ സ്റ്റെമ്മ് ചെയ്യാനും ഞാൻ പിന്നെയും സ്പ്ലിറ്റ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, അതായത് ഏറ്റവും നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് കാര്യങ്ങൾ കിട്ടാൻ എളുപ്പമുള്ള സ്റ്റിച്ച് സ്പ്ലിറ്റ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് അത് എടുക്കുന്നത്. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ ഒരു കളർ ത്രെഡ് കൊണ്ട് നമുക്ക് മാക്സിമം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയയിലുള്ള ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാനിവിടെ ഒരു സൈഡിലുള്ള 2 സ്റ്റെമ്മും സ്പ്ലിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ലീഫാണ്. അപ്പോൾ ലീഫ് ചെയ്യാൻ നമുക്കിപ്പോൾ അത്ര വലിയൊരു ഏരിയ അല്ല നമുക്ക് ചെയ്യാനുള്ളൂ, വലിയ ക്യാൻവാസ് അല്ല നമുക്ക് ചെയ്യാനുള്ള, ഒരു ചെറിയ ഒരു സൈസ് ആയതുകൊണ്ട് ഞാൻ ലീഫിന് വേറെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല, സാറ്റിൻ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് പൊതുവേ നമ്മൾ ചെറിയ ലീവ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. അപ്പം സെയിം ഗ്രീൻ തന്നെ വെച്ചിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ 2 സ്റ്റാൻഡ്സ് ലീവ്സിൻ്റെ താഴ്ഭാഗം ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടും മുകളിലേക്ക് വരുമ്പം ഈ ഡാർക്ക് ഗ്രീൻ്റെ സ്റ്റാൻഡും ഒരു ലൈറ്റ് ഒരു പെയിൽ ഗ്രീൻ ഉണ്ട്, അതിൻ്റെ സ്റ്റാൻഡും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെടുക്കുന്ന സ്റ്റാൻഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്റ്റാൻഡ്സ് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നമുക്ക് വേണ്ട കളേഴ്സ് വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് കളർ ടോണിൽ നമുക്കത് കിട്ടും. അപ്പം ഈ സെയിം ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ഈ മൊത്തം ലീവ്സിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 2 സൈഡിലുമുള്ള സ്റ്റെമ്മും അതേപോലെ ലീവ്സും, മൊത്തം ലീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡബിൾ കളർ വരുന്ന ലീവ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി ഒരു സർക്കിൾ മാത്രമേ കാർബൺ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ഒരു ഹീറ്റ് ഇറൈസർ പെന്ന് വെച്ചിട്ട് അവിടെ ഫ്ലവേഴ്സിൻ്റെ ഔട്ട്ലൈൻ പ്രോപ്പറായിട്ട് വരച്ചെടുത്തു. ഈ ഹീറ്റ് ഇറൈസർ പെന്നിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ ഈ പെന്നിൻ്റെ മാർക്സ് മാഞ്ഞു വെക്കോളും. അപ്പോൾ നമുക്കൊരു ഈസി മെത്തേഡാണത്. ഇങ്ങനെ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ മാർക്സ് കളഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ ഈ 3 ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടുക്കായിട്ട് ഫ്രഞ്ച് നോട്ട്സും സൈഡിൽ കൂടെ വൂവൻ റോസിൻ്റെ പാറ്റേണും ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ മൊത്തം ഹൂപ്പ് ഒരു സട്ടിൽ കളർ ടോൺ ആയതുകൊണ്ട് നടുക്ക് ബ്ലൂവും വൈറ്റും കൂടെ വരുന്ന ഫ്രഞ്ച് നോട്ട്സ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 എൻഡിലുമുള്ള റോസസിന് ഞാൻ ബ്ലൂ ഫ്രഞ്ച് നോട്ട്സും നടുക്കുള്ള റോസിന് ഞാൻ വൈറ്റ് ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്തത്. അതിനുശേഷം ഈ റോസ് വൂവൻ പാറ്റേൺ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വൂവൻ പാറ്റേൺ ചെയ്യുമ്പം, വൂവൻ റോസ് പാറ്റേൺ ചെയ്യുമ്പം ഫ്ലവർ കുറച്ച് വലിയ ഫ്ലവർ ആണെങ്കിൽ നമുക്ക് ലൈൻസിൻ്റെ എണ്ണം 5 തന്നെ ആയിട്ട് വെക്കാം. ഇൻ കേസ് നമ്മൾ കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ലൈൻസിൻ്റെ എണ്ണം 3 ലൈൻസ് ആക്കി വെക്കാം, ആ സർക്കിളിലുള്ള ലൈൻസിൻ്റെ എണ്ണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഫ്ലവറിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ റോസ് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഈ വൂവൻ റോസ് പാറ്റേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ വേറെ ഒത്തിരി സ്റ്റിച്ചൊക്കെ ഉണ്ട് ചെയ്യാൻ. പക്ഷേ പ്രോപ്പർ റോസ് ഫ്ലവർ പോലെ നമുക്ക് തോന്നാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഈ 3 റോസസിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളൊക്കെ ക്രാഫ്റ്റ് തിങ്സൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എംബ്രോയിഡറി അല്ലെങ്കിൽ ക്രോഷ്യ പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ തുടക്കമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എംബ്രോയിഡറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഹൂപ്പ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു എംബ്രോയിഡറി ഹൂപ്പിൽ തന്നെ ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ട്സിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡിസൈൻസ്, ചെറിയൊരു ഫ്ലവറും ഒരു ലീഫും കൂടെ വരുന്ന ഒരു ഡിസൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേരിൻ്റെ അടുത്ത ലെറ്ററും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ട്സിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പം പുറത്ത് കൊണ്ടുവന്ന ടീഷർട്ടിൽ ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇടുന്ന ടീഷർട്ടിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം എംബ്രോയിഡറി ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് ഒരു പരിധി വരെ ഫ്ലോപ്പ് ആവില്ലാത്തൊരു പരിപാടിയാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പം അത് ഒരു പരിധി വരെ നമുക്ക് ശരിയായിട്ട് കിട്ടും. പിന്നെ എല്ലാ കാര്യങ്ങളും പോലെ എംബ്രോയിഡറിയും ചെയ്താണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതിലായാലും ഒത്തിരി ഫോൾസ് ഉണ്ട്, അല്ലെങ്കിൽ അത്ര പ്രോപ്പർ സ്റ്റിച്ചസ് ഒന്നും അല്ല വരുന്നത്. അപ്പം നമ്മൾ ചെയ്താണ് അത് പഠിക്കുന്നത്. ഞാനും എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ലാത്ത സമയത്ത് ഈ തയ്ക്കുന്ന നൂലൊക്കെ വെച്ചിട്ട് ചെറിയ ടവൽസിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഈ യൂട്യൂബൊന്നും ഉള്ള സമയമൊന്നുമില്ല ഇവിടെ നോക്കി ചെയ്യാനൊക്കെ. പിന്നെ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഞാനും ചെറിയ ടീഷർട്ട്സിൽ
ചെറിയ ടവൽസിലൊക്കെയാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത്. പിന്നെ എൻ്റെ കുർത്തകളിലൊക്കെ ചെറിയ ഡിസൈൻസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം സ്റ്റിച്ച് ചെയ്ത കുർത്തകൾ കൂടുതൽ ഇടുന്നവരാണെങ്കിൽ അവർക്കറിയാം നമുക്കൊരു ചെറിയ ഡീറ്റെയിലിംഗ് കൊണ്ടുവന്നാൽ കുർത്ത കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനും അങ്ങനെ കുർത്തകളൊക്കെ ചെയ്ത് തുടങ്ങുക ചെയ്തത്. പിന്നെ ഇതേപോലെ ചെറിയ ഗിഫ്റ്റിംഗ് ഐഡിയാസൊക്കെ ചെയ്ത് തുടങ്ങി. ഹൂപ്പ്, പിന്നെ മാരേജിൻ്റെ ഹൂപ്പ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചാൽ നമുക്ക് ഓരോ തരത്തിലുള്ള പാറ്റേൺ വെച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് പല തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് പെർഫെക്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. കൂടുതൽ ചെയ്യാനുള്ള നമുക്കൊരു പ്രചോദനമായിരിക്കും ബാക്കി എന്നുള്ളത്. ഞാനിവിടെ ഫ്ലവർ വൂവൻ സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫ്ലവർ വൈറ്റും ബ്ലൂവും കോമ്പിനേഷനാണ്. അടുത്തത് ബ്ലൂവും വൈറ്റും തന്നെയാണ്, സെയിം കളർ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഫ്രഞ്ച് നോട്ട്സും വൂവൻ പാറ്റേണും മാറി മാറി ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ഫ്ലവർ പെയിൽ ഗ്രീനും ബ്ലൂവും തന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ചെയ്യാനുണ്ടായിരുന്ന ലീവ്സും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ ത്രെഡ് വെച്ച് ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ച് നമ്മൾ ആ ലീവ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മുകളിലേക്കാവുമ്പം ഒരു പെയിൽ ഗ്രീനും ഡാർക്ക് ഗ്രീനിലുള്ള ഷെയ്ഡ് ലീഫും, താഴേക്ക് വരുമ്പോൾ ഡാർക്ക് ഗ്രീൻ തന്നെയുള്ള ലീഫുമാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ആ ഫ്ലവേഴ്സിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞു 3 ലീവ്സാണ്. അപ്പം ഞാൻ വൈറ്റ് ത്രെഡ് ചെയ്തപ്പം ഓൾറെഡി ഓരോ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി അതിനെ ഒന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഡാർക്ക് ഗ്രീൻ ത്രെഡ് വെച്ചിട്ട്. അത് നമ്മൾ നോർമലി ലീവ്സിന് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ 3 ലീവ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് പോലെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെയിമാണ്. നെയിമിനും ഞാൻ സ്പ്ലിറ്റ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിലൊരു ബ്ലൂ കളർ തീമിലായതുകൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്ലൂ വെച്ചിട്ടാണ് ഞാൻ നെയിം ചെയ്യുന്നത്. നെയിം ചെയ്യുമ്പം അത്ര തിക്നെസ് ഉള്ള ലെറ്റേഴ്സ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 3 സ്ട്രാൻഡ്സ് ഉള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട് ലെറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ട്രേസ് ചെയ്ത നെയിം ആയതുകൊണ്ട് നമുക്ക് ഫോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ സ്പ്ലിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ മൊത്തം ഹൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡേറ്റും ഒരു കൈൻഡ് ഓഫ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഹൂപ്പിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്നതെന്നൂടെ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ബാക്കിലുള്ള ക്ലോത്തിൽ നമുക്ക് നോർമലി ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊത്തം ക്ലോത്ത് ഉള്ളിലേക്ക് വന്നിങ്ങനെ ഉണ്ടാവും. അതിൽ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിങ്ങനെ നീറ്റായിട്ട് ഉള്ളിലേക്കായിട്ട് ഇരുന്നോളും. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു കൈൻഡ് ഓഫ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറകിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹൂപ്പിൻ്റെ റിങ്ങിൻ്റെ സൈസിൽ അത് കട്ട് ചെയ്തെടുത്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് അതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ സ്റ്റിച്ചസോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത്സോ ഒന്നും പുറത്തേക്ക് കാണില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഹൂപ്പ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ആ ഹാങ് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ഓർഗൻസ കൊണ്ടുള്ള ഹാൻഡ് മെയ്ഡ് ബോവും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഗൻസ റിബണാണത്. അതിനെ ജസ്റ്റ് ഒരു ബോ ഷേപ്പിലേക്ക് ആക്കിയെടുത്തതാണ്. അങ്ങനെ നമ്മുടെ മൊത്തം ഹൂപ്പ് ഇസ് റെഡി. ബാപ്റ്റിസം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൂപ്പാണ്. ഈ ഹൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.